Hi my dear students, once again welcome back to trigonometry functions. നമ്മൾ കഴിഞ്ഞ ദിവസം ട്രിഗ്നോമെട്രിയുടെ ഡെഫിനിഷൻ എന്താണ്, ട്രിഗ്നോമെട്രിക് റേഷ്യോയുടെ ഡെഫിനിഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത്. ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ അതിൻ്റെ തിയറി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇങ്ങനെയായിരുന്നു. ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിലെ ട്രിഗ്നോമെട്രിക് റേഷ്യോ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ y/r ആണ്, cos തീറ്റ is x/r, tan തീറ്റ is y/x. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വാഡ്രന്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 4 ക്വാഡ്രന്റ്സ് ഉണ്ട്. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഫസ്റ്റ് ക്വാഡ്രന്റ് പ്രത്യേകത നമുക്കറിയാം, ഇവിടെ എക്സ് കോർഡിനേറ്റും പോസിറ്റീവ് ആണ്, വൈ കോർഡിനേറ്റും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സൈൻ തീറ്റയും കോസ് തീറ്റയും ടാൻ തീറ്റയും എല്ലാം ഇൻ ടേംസ് ഓഫ് എക്സ് വൈ ആർ ആണ്. അതുകൊണ്ട് അതെല്ലാം പോസിറ്റീവ് ആയതിനാൽ നമ്മുടെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ എടുക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് ആണെന്ന് വിചാരിക്കുക. ഈ പോയിന്റ് ഇങ്ങനെ മൂവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്തത് ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ഈ പോയിന്റ് എവിടെ എടുത്താലും, ഈ ഒരു റീജിയനിൽ എവിടെ എടുത്താലും ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റും പോസിറ്റീവ് ആയിരിക്കും, വൈ കോർഡിനേറ്റും പോസിറ്റീവ് ആയിരിക്കും. ഈ പോയിന്റ് ഇങ്ങോട്ട് വരികയാണെന്ന് വിചാരിക്കുക. ഇങ്ങോട്ട് വന്നാൽ എന്താ സംഭവിക്കുന്നത്? ഇങ്ങോട്ട് വന്നാൽ നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും അല്ലെ, ഡിസ്റ്റൻസ് ഓൺ ദ വൈ ആക്സിസ് ആണ്. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് ഇങ്ങോട്ട് എടുക്കുന്നില്ല, നെഗറ്റീവ് ആയി. പിന്നെ വൈ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് എടുത്താൽ അത് ഏതും പോസിറ്റീവ് ആയിരിക്കും. നമുക്ക് അതിന്റെ കോർഡിനേറ്റ് ഒന്ന് വ്യൂ ചെയ്യാം. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് പി എന്നുള്ള പോയിന്റ് ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ പിയുടെ കോർഡിനേറ്റ് നോക്കാം, -0.5ഉം ഇത് എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആണ്, കണ്ടോ, വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്. ഇനി എക്സ് നമ്മൾ ഈ ക്വാഡ്രന്റിലെ ഏത് പോയിന്റ് എടുത്താലേ നോക്കിക്കോളൂ, അതിന്റെ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആണ്, വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്. ഇപ്പൊ അത് -1 0 ആണ്. ഇനി നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും, ഇവിടെ ഏതെടുത്താലും ഈ പോയിന്റ് പോസിറ്റീവാ, രണ്ടും പോസിറ്റീവ്, എക്സും പോസിറ്റീവാ, വൈയും പോസിറ്റീവാ. ഇനി സെക്കൻഡിലേക്ക് വരുമ്പോൾ ഇവിടെ സ്റ്റിൽ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്, സോ ബോത്ത് ആർ പോസിറ്റീവ്. ഇതിപ്പോ നമുക്ക് ആക്സിസിലാണ്, അപ്പോൾ അത് നമുക്ക് അവിടെ എക്സ് 0 ആണ്, പക്ഷെ വൈ പോസിറ്റീവ് തന്നെയാണ്. ഇപ്പുറത്തേക്ക് പോരുമ്പോൾ എക്സ് നെഗറ്റീവ് ആവുകയാണ്, വൈ പോസിറ്റീവ് ആണ്. ഏത് പോയിന്റ് എടുത്താലും അവിടെ എക്സ് നെഗറ്റീവ് ആണ്, വൈ പോസിറ്റീവ് ആണ്. ഇത് സെക്കൻഡ് ക്വാഡ്രന്റിന്റെ പ്രത്യേകത. അതാണ് നമ്മൾ പറയുന്നത്, സെക്കൻഡ് ക്വാഡ്രന്റിൽ ഏത് പോയിന്റ് എടുത്താലും അവിടെ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവും വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അതിന്റെ ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോ ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. ഞാൻ ജനറലി ഈ പോയിന്റിനെ ജനറൽ പോയിന്റ് എടുക്കുകയാണ്. ജനറൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് നെഗറ്റീവ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് -x എന്ന് എഴുതി, വൈ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. എങ്ങനെ എഴുതി? ഇനി ഈ ഒരു പോയിന്റ് പി എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് OP എന്നുള്ള ലൈൻ സെഗ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ റേഡിയൽ ഡിസ്റ്റൻസ്, അതിന് മാറ്റമില്ല. ഇത് r എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല സെയിം തന്നെയാണ്. സ്ക്വയർ റൂട്ട് ഓഫ് ഇവിടെ ഒരു -x സ്ക്വയർ വരും, -x സ്ക്വയറും എക്സിന്റെ സ്ക്വയറും സെയിം ആണല്ലോ, അപ്പൊ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്ന് വരും. r ഈസ് ഓൾവേസ് പോസിറ്റീവ് ആണ്, റേഡിയൽ ഡിസ്റ്റൻസ് ആണല്ലോ. ഈ ഒറിജിനിൽ നിന്നും ഇങ്ങോട്ടുള്ള അകലമാണ് r എന്ന് പറഞ്ഞത്. ഇനി ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ നോക്കാം. ആംഗിളിന്റെ പ്രത്യേകത നോക്കിക്കോ. ആംഗിൾ നമ്മൾ ഇവിടുന്ന് അല്ലെ, പ്രൊട്രാക്ടർ വെച്ച് നമ്മൾ ആംഗിൾ ആന്റി ക്ലോക്ക് വൈസ് ആണ് അളക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ അളക്കും, ഇങ്ങനെ അളന്ന് വരുമ്പോൾ അത് ഇങ്ങനെ വരും അല്ലെ. ഈ ഒരു ആംഗിൾ ആണ് അവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആണ്. അത് നമുക്കറിയാം, ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്, അക്യൂട്ട് അല്ല, ലെസ് ദാൻ 90 അല്ല, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90 ആണ്. അതുകൊണ്ട് തന്നെ അത് അക്യൂട്ട് ആംഗിൾ അല്ല, ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. ഈ ആംഗിൾ മോർ ദാൻ 90 ആയിരിക്കും. സോ ദിസ് ഈസ് തീറ്റ. ഇനി അപ്പൊ തീറ്റയായി. ഇനി ഇവിടുത്തെ -x ഉം y ഉം ആണ്, r ഉം ആയി. ഇനി നമുക്ക് അവിടെ ട്രിഗ്നോമെട്രിക് റേഷ്യോ ഒന്ന് ഡിഫൈൻ ചെയ്യാം. വാട്ട് ഈസ് സൈൻ തീറ്റ? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു നമ്മുടെ ഫോർമുല വെച്ച് y/r ആണ്. y എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ y എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്, y ആണ്, r അതുപോലെ തന്നെ. സോ y/r. Then cos theta is
എക്സ് കോർഡിനേറ്റ് ആണ്, ദാറ്റ് ഈസ് മൈനസ് ആണ്, മൈനസ് എക്സ് ബൈ ആർ എന്ന് വരും അല്ലേ. നോക്കിക്കോ മക്കളെ, എക്സ് ഉണ്ടോ, അത് മൈനസ് എക്സ് ആണ്, മൈനസ് എക്സ് ബൈ ആർ. ദെൻ ടാൻ തീറ്റയോ, ടാൻ തീറ്റ ഈസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്നുള്ള ഫോമുലാണ്. സോ വിച്ച് ഈസ് വൈ ബൈ മൈനസ് എക്സ് വരും. ഇനി അടുത്തെടുക്കുവാണെങ്കിലോ സൈൻ്റെ റെസിപ്രോക്കലായ കൊസിക് തീറ്റ എടുക്കുവാണെങ്കിൽ കൊസിക് തീറ്റ ഈസ് ഈക്വൽ ടു ആർ ബൈ വൈ എന്ന് വരും. സിക് തീറ്റ എന്ന് പറഞ്ഞാൽ ആർ ബൈ മൈനസ് എക്സ് എന്ന് വരും. ആൻഡ് കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ബൈ വൈ എന്ന് വരും. ഇത് ട്രിഗ്നോമെട്രിക് റേഷ്യോസിന്റെ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഹെഡിങ് നമുക്ക് എഴുതാം, ടി റേഷ്യോസ് ഇൻ ദി സെക്കൻഡ് ക്വാഡ്രന്റ്. ടി റേഷ്യോസ് മീൻസ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഇൻ ദി സെക്കൻഡ് ക്വാഡ്രന്റ്. അങ്ങനെ ഹെഡിങ് എഴുതിക്കൊള്ളുക, സെക്കൻഡ് ക്വാഡ്രന്റ്, ടി റേഷ്യോസ് ഇൻ ദി സെക്കൻഡ് ക്വാഡ്രന്റ്. എന്നിട്ട് നമ്മൾ ഈ ഫിഗർ വരച്ചിടാം. ഇത് ആറ്, ഇത് പി എന്നുള്ള പോയിന്റ്, സോ ഒ പി, ഈ ആംഗിൾ തീറ്റ, ഇതിന്റെ കോർഡിനേറ്റ് ഈസ് മൈനസ് എക്സ് ബൈ വൈ, ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഈ ഫിഗർ ഇതുപോലെ വരയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ റേഷ്യോസും വരയ്ക്കാം. സോ സൈൻ തീറ്റ ഈസ്, ഇത് എഴുതിയിടാം, സൈൻ തീറ്റ ഈസ് വൈ ബൈ ആർ, കോസ് തീറ്റ ഈസ് മൈനസ് എക്സ് ബൈ ആർ, ടാൻ തീറ്റ ഈസ് വൈ ബൈ മൈനസ് എക്സ്, cosecant theta that is r by y, sec theta is r by minus x, cot theta is minus x by y. r എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുണ്ട് ഓൾറെഡി, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതിനെ മാറ്റരുത്. ഇനി മക്കളെ ഇവിടെ നോക്കിയാൽ നമുക്കതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സൈൻ പോസിറ്റീവാ, കൊസീക്കും പോസിറ്റീവാ, കോസ് നെഗറ്റീവാ അല്ലെ, സീക്ക് നെഗറ്റീവാ, ടാൻ നെഗറ്റീവാ, കോട്ടും നെഗറ്റീവാ. സോ ഈ സെക്കൻഡ് ക്വാഡ്രന്റിലുള്ളൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ട്രിഗ്നോമെട്രിക് റേഷ്യോ പോസിറ്റീവ് വരുന്നത് എവിടെ മാത്രമേ ഉള്ളൂ, സൈനും കൊസീക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് കൺക്ലൂഡ് ചെയ്യാം. സോ ദിസ് ഈസ് ദ കൺക്ലൂഷൻ. ദാറ്റ് ഈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ് സൈൻ തീറ്റ ആൻഡ് കൊസീക് തീറ്റ ആർ പോസിറ്റീവ്. All other t ratios are negative. So സൈനും കൊസീക്കും പോസിറ്റീവ് ആണ്, ബാക്കിയുള്ളതെല്ലാം നെഗറ്റീവ് ആണ്. ബട്ട് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എഴുതിയപ്പോഴത്തേക്കും എന്തായിരുന്നു, ഓൾ ടി റേഷ്യോസ് ആർ പോസിറ്റീവ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ്, സൈനും കോസും ടാനും സീക്കും എല്ലാം പോസിറ്റീവ്. കാരണം എക്സും വൈയും പോസിറ്റീവ് ആയതുകൊണ്ട് ബോത്ത് ആർ പോസിറ്റീവ് അല്ലെ. അതുകൊണ്ട് എക്സും വൈയും പോസിറ്റീവ് ആയതുകൊണ്ട് എല്ലാ ടി റേഷ്യോസും പോസിറ്റീവ് ആണ്. ബട്ട് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ് sin and cosec are positive, all other t ratios are negative. Okay, so ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തോണം. In the second quadrant sin and cosec are positive, all other t ratios are negative. Okay, ഇനി നമുക്ക് ഈ പി എന്നുള്ള പോയിന്റിനെ നമുക്ക് ഈ സെക്കൻഡിൽ നിന്നും തേർഡിലേക്ക് ഒന്ന് മൂവ് ചെയ്യാം. അപ്പൊ എന്താ സംഭവിക്കുന്നത് നോക്കാം. സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് മൂവ് ചെയ്യും, ഇങ്ങനെ പോകും. ഓക്കെ, തേർഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ കോർഡിനേറ്റ് നിങ്ങൾ നോക്കി കാണാൻ സാധിക്കും. ഇതിന്റെ എക്സ് കോർഡിനേറ്റും നെഗറ്റീവ് ആണ്, വൈ കോർഡിനേറ്റും നെഗറ്റീവ് ആണ്. കാരണം എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോരുമല്ലോ, അത് നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ്, ഇത് നെഗറ്റീവ് വൈ ആക്സിസ് ആണ്. അപ്പൊ ബോത്ത് കോർഡിനേറ്റ് ആണ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഏത് പോയിന്റ് എടുത്താലും അങ്ങനെയാണ്. നമുക്ക് ഇതിന്റെ കോർഡിനേറ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഏത് പോയിന്റ് എടുത്ത് നോക്കിക്കോ, ഇവിടെ എല്ലാം എക്സ് നെഗറ്റീവ് ആണ്, വൈ നെഗറ്റീവ് ആണ്. തേർഡ് ക്വാഡ്രന്റിന്റെ പ്രത്യേകതയാണല്ലോ. ഏത് പോയിന്റ് എടുത്താലും അങ്ങനെയാണ്. ഇവിടെയുള്ള ഏത് പോയിന്റ് എടുത്താലും എക്സ് നെഗറ്റീവ്, വൈ നെഗറ്റീവ്, എക്സ് നെഗറ്റീവ്, വൈ നെഗറ്റീവ്, ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ജനറൽ പോയിന്റിനെ നമുക്ക് ഒന്ന് എടുക്കാം. ജനറൽ പോയിന്റ് ആവുമ്പോൾ അതിന്റെ എക്സും നെഗറ്റീവ് ആവും, വൈയും നെഗറ്റീവ് ആവും. എക്സ് മൈനസ് എക്സ് എന്ന് വിളിക്കാം, വൈയും മൈനസ് വൈ ആയിരിക്കും. ഓക്കെ, ഈ ഒ എന്നുള്ള പോയിന്റ്, ഇത് പി എന്നുള്ള പോയിന്റ്, ഇത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഒ പി. ഒ പിയുടെ റേഡിയൽ ഡിസ്റ്റൻസിനെ നമ്മൾ ആർ എന്ന് വിളിക്കാം. ആറ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. റൂട്ട് ഓഫ് ഇവിടെ മൈനസ് എക്സ് വരും, അപ്പോൾ മൈനസ് എക്സിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ എന്ന് വരും. വൈയുടെ മൈനസ് വൈ ആണ്, അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ വൈ സ്ക്വയർ എന്ന് വരും. രണ്ടും സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണ്. ഇനി ഈ ആംഗിൾ നമുക്ക് നോക്കാം. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അളക്കുന്നു, അപ്പോൾ അത് ഇങ്ങനെ കറങ്ങി
90 വരുന്നു, പിന്നെ കൂടി 180 വരുന്നു, അത് കഴിഞ്ഞിട്ട് അത് ഈ പോയിന്റിൽ വരുന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ ആംഗിൾ അല്ലേ, അതിനെ നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. നാച്ചുറലി അത് 180 കഴിഞ്ഞ് കൂടിയ ഒരു ആംഗിൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ തീറ്റ. അപ്പോൾ ഇനി നോക്കിക്കോ, അപ്പോൾ ആംഗിളായി പോയിന്റായി. ഇനി നമുക്ക് അവിടുത്തെ സൈനും കോസും ടാനും ഏത് ടി റേഷ്യോസും നമുക്ക് ഡിഫൈൻ ചെയ്യാമല്ലോ. അപ്പോൾ ഇനി നമുക്ക് അതിന്റെ ടി റേഷ്യോസ് ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, that is the trigonometric ratios in the third quadrant. Third quadrant നമുക്ക് sin theta എഴുതാം. sin theta is equal to by a formula it is y by r, but y negative ആണ്, so it is minus y by r. Then cos theta, cos theta യുടെ ഫോർമുല x by r ആണ്, but x നെഗറ്റീവ് ആയതുകൊണ്ട് minus x by r എഴുതണം. tan theta, tan theta എന്ന് പറയുമ്പോൾ minus y by minus x എന്ന് വരും. That is simply y by x വരും, കാരണം അത് രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് റേഷ്യോ എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആയി പോകും. പിന്നെ സൈൻ തീറ്റ, സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൊസിക് തീറ്റ ആണ്. കൊസിക് തീറ്റ എന്ന് പറഞ്ഞാൽ r by minus y എന്നാവും. മൈനസ് ആണ് കോമൺ ആയിട്ട് നമുക്ക് ഇവിടെ ഇടാം. അതുപോലെ സിക് തീറ്റ, സിക് തീറ്റയുടെയും നമുക്ക് മൈനസ് r by x എന്ന് എഴുതാം. Then cot theta എന്ന് പറഞ്ഞാൽ reciprocal of this one, that is x by y എന്ന് വരും. ഇത് റേഷ്യോ ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് ആയി പോകും അല്ലേ. അപ്പോൾ ഇതാണ് അതിന്റെ ഡെഫിനേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നാച്ചുറലി തീറ്റ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് 180 കഴിഞ്ഞാൽ കൂടുതലായിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ദറ്റ് ഈസ് മോർ ദാൻ 180. ഇവിടെ വരെ വരുമ്പോൾ 180 ആവും, 180 പ്ലസ് തീറ്റ ആവും. അതാണ് അവിടെ വരുന്നത്. r എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം ഇവിടെ സൈനും കൊസീക്കും നെഗറ്റീവ് ആണ്, കോസും സീക്കും നെഗറ്റീവ് ആണ്. ബട്ട് ഓൺലി പോസിറ്റീവ് റേഷ്യോ ഈസ് ടാൻ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ കോട്ട്. So we can conclude that is in the third quadrant, that is in the third quadrant, ഇത് നിങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം, എല്ലാത്തിനകത്ത് നോട്ട് ചെയ്യണതാണ്. നമ്മൾ നേരത്തെ ഡിപ്ലോയ് ചെയ്യും. that is in the third quadrant, tan and cot r, cot theta are positive. All other t ratios are, all other t ratios are negative, negative. Okay, ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ പറഞ്ഞ കാര്യം ഒന്ന് പ്രത്യേകം നിങ്ങളൊന്ന് സ്പെസിഫൈ ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ പറഞ്ഞു, ഫസ്റ്റ് ക്വാഡ്രന്റിൽ all t ratios are positive. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കോസും മാത്രമേ, സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടുമാണ് പോസിറ്റീവ്. ഓൾ അതർ ടി റേഷ്യോസ് ആർ നെഗറ്റീവ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ അടുത്ത ക്വാഡ്രന്റിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ തേർഡ് ക്വാഡ്രന്റ് അല്ലേ നമ്മൾ പറഞ്ഞു, ഇനി നമുക്ക് ഫോർത്തിലേക്ക് ഒന്ന് പോയാൽ എന്ത് സംഭവിക്കും നോക്കാം. ഫോർത്തിലേക്ക് പോയിന്റ് പോയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് പോകും. അപ്പൊ നമ്മുടെ ആംഗിൾ എവിടെ നിന്നാണ് ഇങ്ങനെ കറങ്ങിയാണ് വരുന്നത്, അതാണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത് ഫോർത്താണ്. ഫോർത്തിന്റെ പ്രത്യേകത എന്താ മക്കളെ? ഫോർത്തിന്റെ പ്രത്യേകത നോക്കിയാൽ ഇത് എക്സ് ആക്സിസ് ഇങ്ങനെ പോകുന്നത്, അതുകൊണ്ട് തന്നെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. വൈ കോർഡിനേറ്റോ ഇത് ഇങ്ങോട്ട് പോരുന്നതുകൊണ്ട് തന്നെ വൈ കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ അവിടെ ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവും വൈ കോർഡിനേറ്റ് നെഗറ്റീവ് ആണ്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഫോർത്ത് ക്വാഡ്രന്റിന്റെ പ്രത്യേകത പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫോർത്തിൽ എക്സ് ഈസ് പോസിറ്റീവ്, വൈ ഈസ് നെഗറ്റീവ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ആംഗിൾ ഇങ്ങനെ കറങ്ങിയാൽ ഇങ്ങനെ കറങ്ങി 180 ദെൻ 270 ആകും ഇവിടെ വരുമ്പോൾ, അത് ഇപ്പറ വരുമ്പോൾ ഇതാണ് നമ്മുടെ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറഞ്ഞാൽ. പിയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും, അപ്പൊ എക്സ് തന്നെ എഴുതാം. വൈ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് മൈനസ് വൈ എഴുതാം. ഓക്കെ, പി എക്സ് മൈനസ് വൈ. ഓക്കെ, ഇത് തീറ്റായി. ഇനി ഈ ഡിസ്റ്റൻസ് OP എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും നമ്മൾ ആർ എന്ന് പറയുന്നത്. ആറിനകത്ത് മാറ്റമില്ല, കാരണം ആറിന് പകരം നമ്മൾ കൊടുക്കുമ്പോൾ എക്സിന് എക്സ് തന്നെ കൊടുക്കും, വൈക്ക് പകരം മൈനസ് വൈ കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാവും. ആർ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ തന്നെ വരും. മൈനസ് ആയാലും ഇത് പ്രശ്നമില്ല.
അപ്പോൾ ഇനി നമുക്ക് എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ്. ഇനി നമുക്ക് അതിൻ്റെ ഡെഫിനിഷനിലേക്ക് ഒന്ന് പോകാം. സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഫോർമുല ഈസ് വൈ ബൈ ആർ ആണ്. വൈ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് മൈനസ് വൈ ബൈ ആർ എന്ന് വരും. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ ആണ്, എക്സ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ അതിന് എക്സ് ബൈ ആറിന് എഴുതിയാൽ മതിയാവും. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ വൈ ബൈ എക്സ് ആണ്, വൈ നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് വൈ ബൈ എക്സ് എന്ന് എഴുതേണ്ടി വരും. സൈൻ. ദെൻ കൊസീക്കൻ തീറ്റ ആണ്. കൊസീക്കൻ തീറ്റയ്ക്ക് നമുക്ക് ഇതിന്റെ റെസിപ്രോക്കൽ, അപ്പോൾ മൈനസ് സൈൻ മുകളിലേക്ക് എഴുതുവാണെങ്കിൽ മൈനസ് ആർ ബൈ വൈ എന്ന് എഴുതാം. സിക് തീറ്റ എന്നുള്ളത് നമുക്ക് ആർ ബൈ എക്സ് എന്ന് എഴുതാം. കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ബൈ വൈ എന്നാവും. ഓക്കെ, അപ്പോൾ സൈനായി, കോസായി, ടാനായി, കൊസീക്ക്, സീക്ക്, കോട്ടായി. ഓക്കെ മക്കളെ, ഇനി ഒന്ന് സൂക്ഷിച്ച് പരിശോധിച്ച്. ഈ സൈൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, കൊസീക്കും നെഗറ്റീവാണ്, അതുപോലെ തന്നെ ടാൻ നെഗറ്റീവാണ്, കോട്ടും നെഗറ്റീവാണ്. പക്ഷെ കോസും അതിന്റെ റെസിപ്രോക്കലും എടുത്ത് നോക്കിക്കേ, അത് രണ്ടും എന്താണ്? പോസിറ്റീവാണ്. അത് രണ്ടും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ളൂ, ബാക്കിയുള്ള എല്ലാം നെഗറ്റീവാണ്. അപ്പോൾ ഫോർത്ത് ക്വാഡ്രന്റിന്റെ പ്രത്യേകത എന്താ? ഇൻ ദ ഫോർത്ത് ക്വാഡ്രന്റ് ഓൾ ടി റേഷ്യോസ് ആർ നെഗറ്റീവ് എക്സെപ്റ്റ് ഏതൊക്കെയാ? കോസും സീക്കും. സോ ഇൻ ദാറ്റ് ഈസ്, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ദാറ്റ് ഈസ് ഇൻ ദ ഫോർത്ത് ക്വാഡ്രന്റ്, ഇൻ ദി ഫോർത്ത് ക്വാഡ്രന്റ് ഏത് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ? Cos and cos theta and sec theta are negative. Sorry, positive. Sec theta are positive. All other t ratios are negative. Okay. All other t ratios are negative. അപ്പോൾ ഏതൊക്കെയാ പോസിറ്റീവ് വരുന്നത്? കോസും സീക്കും. ബാക്കിയുള്ളതെല്ലാം നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായ മക്കളെ? അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ പ്രത്യേകത പറഞ്ഞു, ഫസ്റ്റിലെല്ലാം പോസിറ്റീവ് ആണ്. സെക്കൻഡിൽ നമ്മൾ പറഞ്ഞു സൈനും കൊസീക്കും പോസിറ്റീവ് ആണ്. തേർഡിൽ നമ്മൾ പറഞ്ഞു ടാൻ പോസിറ്റീവ് ആണ്, ടാനും റെസിപ്രോക്കലായ കോട്ടും പോസിറ്റീവ് ആണ്. പിന്നെ ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും സീക്കും പോസിറ്റീവ് ആണ്. അപ്പൊ ആ ഒരു 4 കാര്യങ്ങൾ പ്രത്യേകം പഠിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് നോർമയിൽ സൂക്ഷിക്കേണ്ടതാണ്. അത് ഇനിയുള്ള നിങ്ങൾ മുൻപോട്ടുള്ള ഹയർ സ്റ്റഡീസിനൊക്കെ നമുക്ക് ഒത്തിരി ആവശ്യം വരുന്നൊരു കാര്യമാണ്, അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്താണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് എഴുതാം. ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഓൾ പോസിറ്റീവ്, സെക്കൻഡിലെ സൈൻ പോസിറ്റീവ് അല്ലേ, അത് നമുക്ക് ഓൾ പോസിറ്റീവ്, ദെൻ സൈൻ പോസിറ്റീവ്. സൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ വരുന്ന ഓൾ പോസിറ്റീവ്, പിന്നെ സൈൻ പോസിറ്റീവ്, സൈനും അതിൻ്റെ റെസിപ്രോക്കലും വരും. ദെൻ ടാൻ പോസിറ്റീവ്, അതിന്റെ റെസിപ്രോക്കലും വരും. സി കോസ് പോസിറ്റീവ്. ഓൾ പോസിറ്റീവ്, സൈൻ പോസിറ്റീവ്, ASTC ആ ഓർമ്മയിൽ വയ്ക്കുക. ഇതിനെ ഓർത്തിരിക്കാൻ വേണ്ടി പലപ്പോഴും ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. ഇതൊന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് എളുപ്പത്തിൽ പറയാൻ പറ്റും. ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. അല്ലെങ്കിൽ ചിലപ്പോൾ പറയാറുണ്ട് ഓൾ ഇൻ സിൽവർ ടീക്കപ്സ്, ഓൾ ഇൻ സിൽവർ ടീക്കപ്സ്, ഇതിൻ്റെ എല്ലാം ഫസ്റ്റ് ASTC. അപ്പൊ ഇത് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി, ഓൾ സിൽവർ ടീക്കപ്സ്, ഇങ്ങനെ പല ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെ ഓർത്തിടാൻ മതി. അപ്പൊ എനിവേ ഇത് ഓർത്തോണം, ASTC. ചിലപ്പോൾ ചിലർ തമാശയിലൂടെ പറയാറുണ്ട് അയലത്തെ ശങ്കരൻ തെങ്ങിൽ കയറി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ASTC എന്നുള്ള ആ ഒരു കാര്യം ഒന്ന് ഓർത്തിരുന്നോ. ഓൾ പോസിറ്റീവ്, സൈൻ പോസിറ്റീവ്, ടാൻ പോസിറ്റീവ്, കോസ് പോസിറ്റീവ്. ഓക്കെ, അപ്പൊ അതിന്റെ ആ റെസിപ്രോക്കൽസും കൂടെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം ഏതൊക്കെയാണെന്നുള്ള വിവരം. അത് നമ്മൾ എഴുതിയില്ലായിരുന്നു. അപ്പോ നമ്മൾ ഒന്ന് സൈൻ തീറ്റയുടെ നമ്മൾ കൊസിക് തീറ്റ ഈസ് ഈക്വൽ ടു, ഇത് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തോളൂ ഫോർമുലായിട്ട്. കൊസിക് തീറ്റ ഈസ് ഈക്വൽ ടു 1/sin തീറ്റ, then tan theta, no, sec theta is equal to 1/cos theta, then cot theta is equal to 1/tan theta.
ഈ ഒരു 3 റിസൾട്ടും കൂടെ ഒന്ന് ഓർത്തിരുന്നോണം. ഇത് നമുക്ക് ഇതിനകത്ത് ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് വരുന്നൊരു കാര്യമായതുകൊണ്ട് ഇത് ഒന്നുകൂടെ ഓർത്ത് വെച്ചോണം. കൊസീക്കിന്റെ കൊസീക്കൽ മീൻസ് 1/sin θ. അതുപോലെ sin θ ആണല്ലോ 1/cos θ എന്ന് നമുക്ക് തിരിച്ചു എഴുതാം. അതുപോലെ sec θ is 1/cos θ, cos θ is 1/sec θ. രണ്ടും സെയിം. cot θ is 1/tan θ, tan θ is 1/cot θ. അപ്പൊ ഈ ഒരു 6 ഫോർമുല, ഈ ഒരു 3 ഫോർമുലയും പിന്നെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരുന്നോണം. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ? അപ്പോൾ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? അപ്പോൾ ഇനി ട്രിഗ്നോമെട്രിയുടെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട ഇതാണ്. ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് ഒന്നും അല്ല നമ്മൾ പറയേണ്ടത്. sin θ is y/r, cos θ is x/r, tan θ is y/x and the reciprocals. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഒന്ന് ഓർത്തിരിക്കേണ്ടത്. ഓരോ ക്വാഡ്രന്റ് തിരിച്ചുള്ളത് അത് ഓർത്തിരിക്കാൻ എളുപ്പ വഴിയാണ് നമ്മൾ ASTC പറഞ്ഞത്. ഇത് നോക്കുക, ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ്, കൊസിക് പോസിറ്റീവ്, തേർഡില് ടാൻ പോസിറ്റീവ്, കോട്ട് പോസിറ്റീവ്, ഫോർത്തിൽ കോസ് പോസിറ്റീവ്, സിക് പോസിറ്റീവ്, ബാക്കിയുള്ളതെല്ലാം നെഗറ്റീവാണ്. ഇവിടെയുണ്ട് നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. സൈൻ പോസിറ്റീവ് വരുന്ന ഫസ്റ്റ് സെക്കൻഡിലും ആണ്. നമ്മൾ ഈ ഫുൾ റൊട്ടേഷനിൽ, അതായത് 360 ഡിഗ്രിയിലെ റൊട്ടേഷനിൽ രണ്ടിടങ്ങളിൽ മാത്രം ഇത് പോസിറ്റീവും രണ്ടിടങ്ങളിൽ നെഗറ്റീവും ആവും. എല്ലാം ഫുൾ റൊട്ടേഷൻ. ഇവിടെ സൈൻ പോസിറ്റീവ് ആകുന്ന ഫസ്റ്റിലും സെക്കൻഡിലും മാത്രം, പിന്നെ തേർഡിലും ഫോർത്തിലും അത് നെഗറ്റീവ് ആയിരിക്കും. കോസ് പോസിറ്റീവ് ആയിരുന്ന ഫസ്റ്റിലും ഫോർത്തിലും സെക്കൻഡിലും തേർഡിലും അത് നെഗറ്റീവ് ആയിരിക്കും. ദെൻ ടാൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തേർഡ് പോസിറ്റീവ്, സെക്കൻഡ് ആൻഡ് ഫോർത്ത് നെഗറ്റീവ്. കൊസീക്ക് ഫസ്റ്റിലും സെക്കൻഡിലും പോസിറ്റീവ് ആസ് ജസ്റ്റ് ലൈക്ക് സൈൻ. And sec is positive in the first and the last, just like the cos. And cot is positive in the alternate, that is the first and the third, just like tan. Okay, അപ്പോൾ ഈ ഒരു ടേബിൾ ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അത് ഓർത്തിരിക്കാനുള്ള എളുപ്പത്തിനാണ് നമ്മൾ ASTC എന്ന് പറഞ്ഞത്. ഓക്കെ മക്കളെ, ഇനി നമ്മൾ ഈ ഇതിനെ വേറെ തരത്തിൽ റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ ഇത് 0 ആണ്. 0 മുതൽ π/2 വരെയുള്ളതാണ് ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെ? അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് നോട്ട് ചെയ്യുമ്പോൾ 0യ്ക്കും π/2 ഇടയ്ക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഫസ്റ്റ് ക്വാഡ്രന്റാണ്. അതുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ നോട്ട് ചെയ്യാറുണ്ട്. നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് അളക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഈ പോയിന്റ് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 0 മുതൽ നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് അളന്നു കഴിഞ്ഞാൽ 0 മുതൽ ഇങ്ങനെ വന്ന് 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 അത് 90 ഡിഗ്രി വരെ വരും, അല്ലേ? 90 ആകുമ്പോൾ അത് ആക്സസ് ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിൾ, അതായത് 0യ്ക്കും π/2നും, ഇതിന് നമ്മൾ π/2 എന്നാണല്ലോ പറയുന്നത്. ഈ ഒരു 0 മുതൽ π/2 മീൻസ് 90 തന്നെ. അപ്പോൾ ഈ ഒരു പോയിന്റ് മൂവ് ചെയ്യുന്നത് ഈ ക്വാഡ്രന്റിലാണെങ്കിൽ നമ്മൾ പറയും 0 ലെസ് ദാൻ നമ്മുടെ തീറ്റ ലെസ് ദാൻ π/2. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നത്, ഫസ്റ്റ് ക്വാഡ്രന്റ് 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ π/2. ദിസ് ഈസ് ദ മീനിങ് ഓഫ് ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പൊ ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ π/2 മീൻസ് തീറ്റ എലമെന്റ് ഓഫ് ഫസ്റ്റ് ക്വാഡ്രന്റ്. അതാണ് അതിന്റെ മീനിങ്. തീറ്റ ബിലോങ്സ് ടു ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇനി സെക്കൻഡ് ക്വാഡ്രന്റ് നമുക്ക് നോക്കാം. സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. സെക്കൻഡ് ആണെങ്കിൽ ഈ പോയിന്റ്, ഈ ആംഗിൾ ഇപ്പുറത്തേക്ക് വരും. ഇതാണ് y ആക്സിസ്. അവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് അത് അവിടുന്ന് മൂവ് ചെയ്തിട്ട് അത് ഇങ്ങോട്ട് പോരും. ഇങ്ങനെ വന്ന് 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 അത് നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് അളക്കുന്ന പോലെ തന്നെ ഇവിടെ വരുമ്പോൾ പൈ ആവും. അപ്പോൾ π/2നും പൈക്കും ഇടയ്ക്കാണെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ക്വാഡ്രന്റിനെ നമ്മൾ ഇങ്ങനെ വിളിക്കാറുണ്ട്, π/2 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ പൈ. ഓക്കെ, ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് സെക്കൻഡ് ക്വാഡ്രന്റ്. സിമിലർലി നമ്മൾ തേർഡ് ക്വാഡ്രന്റ് എടുത്താൽ ഇതാണല്ലോ ഈ തേർഡ് ക്വാഡ്രന്റ്. ഇവിടെ നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ പ്രൊട്രാക്ടർ വെച്ച് അളക്കുമ്പോൾ നമുക്ക് ഇത് പൈ മുതൽ 3π/2. 3π/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 270 ഡിഗ്രിയാണ്. അപ്പോൾ അത് അങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ തീറ്റ ഈ π ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 3π/2 എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ക്വാഡ്രന്റ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് തേർഡ് ക്വാഡ്രന്റ് എങ്ങനെ എഴുതാം? π ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 3π/2. This implies theta belongs to second quadrant. This means theta belongs to theta is element of third quadrant. Third. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ, ഫോർത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ ഇത് മൂവ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെയാണ്.
അപ്പോൾ നമ്മുടെ ആംഗിൾ എടുക്കുകയാണെങ്കിൽ ആംഗിൾ എപ്പോഴും 3π/2 കഴിഞ്ഞു എന്ന് വെച്ചാൽ 270 കഴിഞ്ഞും കൂടുതലായിരിക്കും. അറ്റ് ദ സെയിം ടൈം അത് 2π കഴിഞ്ഞും ചെറുതായിരിക്കും. 3π/2 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ, ഇത് 3π/2നും 2πക്കും ഇടയ്ക്ക്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ 0ക്കും π/2നും ഇടയ്ക്ക്, 0 മുതൽ π/2 വരെ ഇവിടെ. π/2നും πയ്ക്കും ഇടയ്ക്ക് സെക്കൻഡ് ക്വാഡ്രന്റ്, πയ്ക്കും 3π/2നും ഇടയ്ക്ക് തേർഡ് ക്വാഡ്രന്റ്, 3π/2നും 2πയ്ക്കും ഇടയ്ക്ക് ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ ഇങ്ങനെ പറയും 3π/2 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 2π. ദാറ്റ് ഇംപ്ലൈസ് തീറ്റ ബിലോങ്സ് ടു ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ ഈ ക്വാഡ്രന്റുകളിൽ അതിന്റെ ആംഗിൾസും നമ്മൾ നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് അത് ഉണ്ടാകണം. അത് വെച്ചിട്ടാണ് നമ്മൾ ഇനിയുള്ള മുമ്പോട്ടുള്ള പഠനത്തിനെല്ലാം നമുക്കിത് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഐഡിയ മനസ്സിൽ നന്നായിട്ടൊന്ന് ക്ലിയർ ആയിട്ട് കയറണം. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് സംഭവം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ ഇത് 0ക്കും π/2നും ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ്, π/2നും πയ്ക്കും ഇടയ്ക്കെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ്, πയ്ക്കും 3π/2നും ഇടയ്ക്കെന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റ്. 3π/2 എന്ന് വെച്ചാൽ നമ്മൾ ഇത് റേഡിയൻ ആണല്ലോ, ഡിഗ്രിയിലാണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് അറിയാമല്ലോ. ഇത് 270 360 വരും. അതിനിടയ്ക്കാണെങ്കിൽ 3π/2 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 2π. ഓക്കെ, അപ്പൊ നമ്മുടെ മനസ്സിൽ ആ ഒരു ക്വാഡ്രൻസ് എന്നുള്ള ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാക്കണം. ഈ ക്വാഡ്രൻസ് എന്നുള്ള ഐഡിയ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഇത് നമ്മുടെ ഈ ആംഗിൾസ് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ ഐഡിയ നമ്മുടെ മനസ്സിലേക്ക് കയറത്തുള്ളൂ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ മക്കളെ. അപ്പൊ ASTC ഓർക്കുക, പിന്നെ ഈ പറഞ്ഞ ക്വാഡ്രന്റുകളുടെ ആ ഒരു ആംഗിളിന്റെ ആ ഒരു റേഞ്ച് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ബേസിക് ഐഡിയാസ് നന്നായിട്ട് പഠിക്കുക. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഇത് ട്രിഗ്നോമെട്രി എന്നുള്ള സംഭവം വളരെ എളുപ്പമായിരിക്കും. ഇതിന്റെ കുറച്ച് ഫോർമുല അങ്ങോട്ടുണ്ട്. ഇത് നിങ്ങൾ ഓരോ ദിവസവും അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ആ ഒരു കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു പോവുക. അത് ക്ലിയർ ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആ പഠനം എന്നുള്ള ഡ്യൂട്ടി നമ്മൾ നന്നായിട്ട് നിർവഹിച്ചാൽ നമുക്ക് പിന്നെ ഒന്നിനെയും പേടിക്കേണ്ട വരത്തില്ല. ക്ലിയർ ആയിട്ട് നമുക്ക് പരീക്ഷയെ പേടിക്കേണ്ട വരത്തില്ല. നിങ്ങൾ എക്സാം എഴുതുമ്പോഴത്തേക്കും എക്സാമിനെ പഠിക്കേണ്ടി വരത്തില്ല എന്ന് മാത്രമല്ല, എക്സാം കഴിയുമ്പോൾ റിസൾട്ടിനെ പഠിക്കേണ്ട ആവശ്യം വരത്തില്ല. ഇഫ് യു സല്യൂട്ട് ഓൾ യുവർ ഡ്യൂട്ടീസ്, അബ്ദുൽ കലാം പറയുകയുണ്ടായി, ഇഫ് യു സല്യൂട്ട് യുവർ ഡ്യൂട്ടി you no need to salute anybody, but if you pollute your duty then you have to salute everybody. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെയും മുമ്പിൽ തല കുനിക്കേണ്ടി വരത്തില്ല, ആരുടെയും നിങ്ങൾ മുമ്പിൽ സല്യൂട്ട് അടിച്ച് നിൽക്കേണ്ട വരത്തില്ല. ഇഫ് യു പൊല്യൂട്ട് യുവർ ഡ്യൂട്ടി മീൻസ് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളതാണ്. ഇഫ് യു പൊല്യൂട്ട് ദാറ്റ് ദ ഡ്യൂട്ടി ടു സ്റ്റഡി, പഠിക്കുക എന്നുള്ള നമ്മുടെ ഡ്യൂട്ടിയെ നമ്മൾ പൊല്യൂട്ട് ചെയ്താൽ യു ഹാവ് ടു സല്യൂട്ട് എവരിബഡി. നിങ്ങൾ നിങ്ങളുടെ ഭാവിക്ക് മുമ്പിൽ, നിങ്ങളുടെ ടീച്ചേഴ്സിന് മുമ്പിൽ, നിങ്ങളുടെ പേരൻസിന് മുമ്പിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിന് മുമ്പിലൊക്കെ നിങ്ങൾ സല്യൂട്ട് ചെയ്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ള, പഠിക്കുന്ന ഡ്യൂട്ടി നമ്മൾ ഭംഗിയായിട്ട് നിർവഹിക്കുക. അപ്പോൾ ദെൻ നോ നീഡ് ടു സല്യൂട്ട് എനിബഡി. So everyone will salute you. Okay, so have a nice day. Let us see with more and more properties of trigonometry functions in the next class. Till then, have a nice day and goodbye.